സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാ ആളുകളും ഡെയിലി വീഡിയോസ് ചെയ്യുന്നത് കാണാം. ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രേക്ക് ഔട്ട് ട്രേഡ്, ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ നോർമലി ഒരു റീറ്റെയിൽ ട്രേഡർ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു ചാർട്ട് കണ്ടിട്ട് നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട് മാർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക്. പിന്നീട് നോക്കുമ്പോൾ ഒരാൾക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തിട്ട് ഇന്നത്തെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ്, ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിന്റെ അതിനകത്ത് ഇന്നത്തെ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ചാർട്ട് വരക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സിലോ എവിടെയെങ്കിലും ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് വരച്ചാലും ഒരു ട്രെൻഡ് ലൈൻ പോലെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ രാവിലെ ഈ ഒരു ട്രെൻഡ് ലൈൻ ആള് എടുക്കുന്ന സമയത്ത് ഉം, ചില പിന്നീട് നമുക്ക് പ്രൈസ് ആക്ഷൻ കാണിച്ചു തരുന്ന ട്രേഡേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈന് നിങ്ങൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി, ഇത്ര ടാർഗറ്റ് കിട്ടി എന്നൊക്കെ അങ്ങ് പറയും. മാക്സിമം എത്ര പോയെന്ന് വരെ പറയും, കാരണം ബ്രേക്ക് ഔട്ടിന് ശേഷം. ഇനി അല്ല, ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കൂ, ഈ ഒരു ക്യാൻഡലിന്റെ മുകളിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ടാർഗറ്റിൽ നിന്നും ഇത്ര ടാർഗറ്റ് കിട്ടി, ഇത്ര സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന ആളുകൾ എന്താണ് പിന്നീട് കാണിച്ചു തരും നിങ്ങൾക്ക്. ശരിക്കും ഈ ഒരു സമയത്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്തുള്ള പ്രൈസ് ആക്ഷൻ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 മിനിറ്റിലൊക്കെ ബ്രേക്ക് ഔട്ട് നോക്കിയിട്ട് ഈവൻ 5 മിനിറ്റ്സിൽ പോലും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക് മീൻസ് ഇവിടെ 5 മിനിറ്റ്സിൽ നിങ്ങൾ കാണാം. 5 മിനിറ്റ്സിൽ ഒരു ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്തു. ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം 5 മിനിറ്റ് ക്യാൻഡിലെ ഹൈയിലേക്ക് മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് പോകുമ്പോൾ ആളുകൾ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കാൻ പറയും അല്ലേ? അവരെ കറക്റ്റ് സ്റ്റോപ്പ് ഹിറ്റ് ആവുന്ന എങ്ങനെയൊക്കെ കാണിച്ചു തരാം ശരിക്കും. ഞാൻ പറഞ്ഞ ബ്രേക്ക് ഔട്ട് വർക്ക് ആവില്ല എന്നല്ല, ബ്രേക്ക് ഔട്ട് വർക്ക് ആവുകയും ചെയ്യും. നമുക്ക് എന്താണ് ട്രാപ്പ് ട്രേഡിങ്ങിനും സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നോർമലി നമ്മൾ പെട്ടെന്ന് ഒരു പ്രൈസ് ആക്ഷൻ അല്ല ആളുകൾ കാണിച്ചിരുന്നത് കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എത്ര പ്രാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് റീറ്റെയിലേഴ്സിന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോർമലി അവരെ എത്ര പ്രാവശ്യം മാർക്കറ്റിന് റിമൂവ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് പിന്നീട് പ്രൈസ് ആക്ഷൻ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മനസ്സിലാവാം. ഇപ്പൊ നോർമലി ഞാൻ പറഞ്ഞൊരു 5 മിനിറ്റ്സ് ക്യാൻഡലിലെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ആളുകൾ ട്രേഡ് ഇപ്പൊ 1 മിനിറ്റിൽ നമുക്ക് ഇവിടെ കാണാം ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ക്യാൻഡിൽ എന്താണ് ട്രെൻഡ് ലൈനിന്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് എന്താണ് ഈ ഒരു നമ്മൾ 5 മിനിറ്റ്സിൽ നോക്കിയപ്പോഴും ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ മുകളിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് മൂവ് ചെയ്തതിനു ശേഷമാണ് താഴേക്ക് വന്നത് കേട്ടോ. 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം ട്രേഡ് എടുക്കുന്ന ആളുകളാണ് അധികം, അല്ലെങ്കിൽ റീടെസ്റ്റിൽ വരുമ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളാണ് അധികം. ഇപ്പൊ ഇവര് ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രേഡ് ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 50 മിനിറ്റ്സിലൊക്കെ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയപ്പോൾ നമ്മൾ ടാർഗറ്റ് അടിച്ചതെന്നാണ് ആളുകൾ കാണിച്ചു തന്നിട്ടുണ്ടാവുക. ഇനീഷ്യലി ആദ്യം ടാർഗറ്റ് അടിച്ചു, പിന്നീട് മാർക്കറ്റ് താഴെ വന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ലോങ് പൊസിഷൻ എടുത്ത ആളുകളുടെ നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര അയാൾ ടാർഗറ്റ് വെക്കും. ഇപ്പോൾ ഈവൻ ഒരു ഡേ ഹൈ അയാൾ ടാർഗറ്റ് വെച്ചു എന്ന് കരുതാം. ഡേ ഹൈ ടാർഗറ്റ് വെക്കണമെങ്കിൽ തന്നെ അയാൾക്ക് ഈ ഒരു ഏരിയയിൽ ഡേ ഹൈ ഉണ്ടാവും. അപ്പോൾ പുള്ളിയുടെ സ്റ്റോപ്പ് ലോസ് എത്ര ആയിരിക്കണം? സ്റ്റോപ്പ് ലോസ് അറ്റ്ലീസ്റ്റ് എല്ലാവരും പഠിച്ചെന്താണ്, നമ്മുടെ ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ചെയ്യുന്ന ഏരിയന്റെ അടുത്തുള്ള ലാസ്റ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് 5 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ ആ ഒരു സിംഗ് ലോന്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? കറക്റ്റ് മാർക്കറ്റ് എന്താ സംഭവിച്ചത് നോക്കൂ. ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി അല്ലെ? മുകളിലേക്ക് പോയത് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചു, ഇവിടെ എത്ര പ്രാവശ്യം റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് നോക്കും. നമുക്കും പല സമയത്തും ഇങ്ങനെ ട്രാപ്പിൽ പെടാം. ചിലപ്പോൾ നമുക്കൊരു നല്ല ടാർഗറ്റ് കിട്ടാം, പക്ഷെ നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആയിട്ട് ട്രേഡ് എടുക്കുക. ട്രാപ്പ് ട്രേഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഞാൻ നോക്കുന്ന സമയത്ത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന ട്രേഡിങ് ഇപ്പൊ എപ്പോഴും ബ്രേക്ക് ഔട്ട് വർക്ക് ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് ബ്രേക്ക് ഔട്ട് പ്രോപ്പറായി വർക്ക് ചെയ്ത് റീടെസ്റ്റ് വന്ന് കറക്റ്റ് നല്ല മൂവ്മെന്റും തരാം. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ചാൻസുകൾ മാർക്കറ്റിൽ ഇത്തരം എൻട്രികൾക്കാണ് വരുന്നത്. നോർമലി ഞാൻ കാണുന്നത്, ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാലം ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഇപ്പോൾ മിസ്സായി, അപ്പോൾ ഇത് ഫേക്ക് ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പിന്നെ ചിന്തിക്കുന്ന വേറൊരു കാര്യമായിരിക്കും. മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നമ്മളെ ട്രാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിച്ചിട്ടു അപ്പ് സൈഡിലേക്ക് ട്രെൻഡ് ലൈന് കടന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടു. അപ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ തന്നെ മാർക്കറ്റ് കുറേ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇനി നേരത്തെ 2 പ്രാവശ്യം ഈ ട്രെൻഡ് ലൈന് താഴേക്ക് വന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ഫേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് താഴേക്ക് വരാൻ ചാൻസ് എന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കും.
നേരെ മുകളിലേക്ക് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ. അവരുടെ സ്റ്റോപ്പ് ലോസ് കളയും. 2 പ്രാവശ്യം റീറ്റെയിലേഴ്സ് അവിടെ പോയി അല്ലേ. മൂന്നാമത്തെ പ്രാവശ്യം റീറ്റെയിൽ വിചാരിക്കും ഇനി ബ്രേക്ക്ഔട്ട്, ഒറിജിനൽ ബ്രേക്ക്ഔട്ട് ആണ്, ഈ ഒരു അതിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഇനി ഒരു ക്യാൻഡിലിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും അപ്പ് സൈഡേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ട്രേഡ് എടുക്കും. ട്രേഡ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നേരെ അപ്പോഴായിരിക്കും അവർ അപ്പ് സൈഡ് പോകുക. 2 സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം അപ്പ് സൈഡ് പോകും, നേരെ തിരിഞ്ഞ് താഴേക്ക് തന്നെ വീണ്ടും വന്നിട്ട് 3 SL ഇല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ 2 SL അടിച്ചാൽ തന്നെ ചിലപ്പോൾ അന്നത്തെ ദിവസം ട്രേഡ് ഉണ്ടാകും. പക്ഷേ SL മാത്രമല്ല, ഇവിടെ ചിലപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് SL ചിലപ്പോൾ അടിക്കും. ചെറിയ സ്കാൽപ്പിംഗ്, 10 പോയിന്റ് 5 പോയിന്റ് സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എല്ലാ ഏരിയയിലും സ്കാൽപ്പ് ചെയ്യും. ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ഹൈ ഇതുണ്ടോ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യും മുകളിലേക്ക് പോകാൻ ശ്രമിക്കും, നേരെ താഴെ വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും. അപ്പോൾ ഇത്തരം മാർക്കറ്റിൽ പൊതുവേ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത സമയങ്ങളിൽ 2 സൈഡിലും ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ടിരിക്കും. ഈ ഒരു ലോ ഷോർട്ട് താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഷോർട്ട് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഹൈന്റെ മുകളിൽ വീണ്ടും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് തവണ, 1, 2, 3 തവണ എന്നല്ല, ഇവിടെ റീറ്റെയിലേഴ്സിന് ഇഷ്ടം പോലെ തവണ അവരുടെ SL, ഒരുപാട് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ SL എല്ലാം ഒരുപാട് തവണ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല, എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവില്ല. കാരണം അവർ ഒരു ദിവസം തന്നെ നല്ലൊരു ലോസ് വരുത്തിയിട്ടുണ്ടാവും, പിന്നെ അത് റിക്കവർ ചെയ്യണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ദിവസം നമുക്ക് ഇങ്ങനത്തെ ട്രാപ്പുകൾ കാണാം. ഈ ട്രെൻഡ് ലൈൻ ആയാലും ട്രയാങ്കിൾ പാറ്റേൺ ആയാലും എല്ലാ ടൈപ്പ് മാർക്കറ്റിലും ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് എന്താണ് ഫേക്ക് ഔട്ട്സുകൾ കാണാം. ആളുകളെ വെറുതെ ട്രാപ്പ് ചെയ്യും. ഓരോ ദിവസവും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് കാണാം. നമ്മൾ ഓരോ പ്രീവിയസ് ടൈമിലേക്ക് മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ 5 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈമുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ SLകൾ കാണാൻ കഴിയും ഇവിടെ. ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആയാലും ട്രയാങ്കിൾ ആയാലും നമ്മുടെ പല ടൈപ്പിൽ എന്താണ് റീറ്റെയിലേഴ്സിന് ട്രാപ്പ് ചെയ്യുന്ന രീതികൾ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഇത് നമുക്ക് എന്താണ് ഇതിന്റെ മുന്നത്തെ സമയങ്ങളിലുള്ള ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം നല്ല താഴെ ഇതിന്റെ താഴെയൊക്കെ നമ്മൾ എന്താണ് ടാർഗറ്റ് കൊടുക്കും. അവര് നേരെ മാർക്കറ്റ് സെല്ല് ചെയ്യുന്ന മാതിരി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്താണ്ടോ നിങ്ങൾ. ഈ സമയത്തൊക്കെ അവരുടെ പ്രീമിയം കാർന്ന് നിന്നിട്ടുണ്ടാവും. ചെറിയൊരു സ്പൈക്കിൽ നല്ല ലോസും കാണിച്ചിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഡേ കണ്ടോ, ഇന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇന്നത്തെ ദിവസം 1 ജനുവരി നേരെ അതിന്റെ മുകളിൽ പോയി എല്ലാവരെയും SL അടിച്ചു. ഇവിടുന്ന് താഴെ ട്രെൻഡ് ലൈനിന്റെ താഴേക്കാണ് 15 മിനിറ്റിൽ എന്ന് കരുതിയിട്ട് ഷോർട്ട് ചെയ്ത ആളുകളെ എല്ലാവരുടെയും മുകളിൽ SL അടിച്ചു. മുകളിൽ SL അടിച്ച് പോട്ടെ, പുതിയ ടീമുകൾ കരുതും 15 മിനിറ്റിന്റെ ട്രെൻഡ് ലൈൻ അപ്സൈഡും ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ അപ്സൈഡിലേക്ക് കയറുമ്പോഴായിരിക്കും നേരെ താഴെ വന്ന് താഴത്തെ SL അടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള SL ട്രേഡിംഗ് സെറ്റപ്പ് ഇഷ്ടംപോലെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈനിൽ അല്ലെങ്കിൽ ട്രയാങ്കിളിലൊക്കെ കാണാം. അതുപോലെ പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കരുതുന്ന ഏരിയകളിൽ അതിനും വലിയ SLകൾ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനത്തെ എക്സാമ്പിൾസ്. ഇപ്പോൾ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്, ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ ചിലപ്പോൾ ഷോർട്ട് ചെയ്ത് വെച്ച ആളുകളുണ്ടാവും. ഇത് മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്കേ വരുള്ളൂ, ഒരുപാട് കയറിയില്ല എന്നൊക്കെ പറയും. അവരെ എല്ലാവരെയും കളയാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ആ ഓൾ ടൈം ഹൈ കറക്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ലെവൽ ഇതായിരുന്നല്ലോ, ഒരു നല്ല നമ്പർ ആയിരുന്നു 21,800. അപ്പോൾ ആ ലെവലിൽ എല്ലാവരും സെല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് വെച്ച ആളുകളുണ്ടാവും. ഇത് മാർക്കറ്റ് അവിടെ നിന്ന് ഈ ഒരു എക്സ്പീരിയൻ്റെ താഴെ നിൽക്കുന്നതാണ്. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോയിണ്ടാവും. പിന്നെ 21,800 മുകളിലേക്ക് നല്ല നേരത്തെ നല്ല റെസിസ്റ്റൻസ് ഏരിയയാണ്, അപ്പോൾ ഇപ്പോൾ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആളുകൾ പറയും ഇനി അത് അവിടെ സപ്പോർട്ടായിരിക്കും, അവിടെ തിരിച്ചു വരുമ്പോൾ അപ്പ് സൈഡിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ 21,800 ബ്രേക്ക് ചെയ്ത് നല്ല മൂവ്മെന്റ് വരുന്നുണ്ട്, നേരെ മുകളിലേക്ക് ട്രേഡ് എടുക്കുക എന്ന് പറയും. നേരെ മുകളിലേക്ക് എടുക്കും, എല്ലാവരും SL കളയും. അങ്ങനെ ഡെയിലി ഓരോ ദിവസവും നമുക്ക് ഇത്തരത്തിലുള്ള നിഫ്റ്റിയിലും ബാങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ എല്ലാത്തിലും കാണാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം നമുക്ക് ട്രെൻഡ് ലൈനൊക്കെ പ്രോപ്പറായി വർക്ക് ചെയ്ത് കാണും. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ആളുകൾ യൂട്യൂബോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസാണ് തോനെ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രെൻഡ് ലൈൻ എത്ര മനോഹരമായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ CPR അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രേഡ് എടുക്കും. പക്ഷെ നമുക്ക് എന്താണ്, നമ്മൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് SL ആയിരിക്കും, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ട്രെൻഡ് ലൈൻ എന്ത് മനോഹരമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടില്ലേ, കുറേ ദിവസങ്ങളിൽ സമയങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 1 വർക്ക് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം വർക്ക് ചെയ്ത്, 3-ാമത്തെ പ്രാവശ്യം അപ്പോൾ അവർ ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആളുകൾ നോർമലി അതിൻ്റെ താഴേക്ക് ഷോർട്ട് ചെയ്യും. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ബ്രേക്ക് ഔട്ട് ഒരു 50 മിനിറ്റ്സിന്റെ ബ്രേക്ക് ഔട്ട് തന്നു, 50 മിനിറ്റ്സിന്റെ ലോയും മാർക്കറ്റ് എടുത്തു അല്ലേ. ലോന്റെ താഴേക്ക് മാർക്കറ്റ് പോകാൻ തുടങ്ങി. ആ ഒരു സമയത്ത് 50 മിനിറ്റ്സ് ഇവിടെ തന്നെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ വന്നു, അതിന്റെ താഴേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ അടുത്ത് പോയി, പിന്നെയും പോയി അതിന്റെ താഴെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. 50 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ടാണ്, ഒരുപാട് സമയമായി, മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു, അതിനെ ഫേക്ക് ചെയ്തു എന്ന് പറയുന്നത് നേരെ SL അടിച്ചിട്ട് മുകളിൽ പോയിട്ട് കംപ്ലീറ്റ് SL പോകും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡെയിലി കാണാം.
ഓരോ ദിവസവും നിങ്ങൾ നോക്കുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫേക്ക് ഔട്ട് കിട്ടണമെന്നല്ല, ഫേക്ക് ഔട്ട് കിട്ടുന്നതിനും കുറച്ചും കൂടി പ്രോബബിലിറ്റി ഉണ്ട്. അവിടുത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈനും പ്രൈസ് ബിഹേവ് ചെയ്യുന്നത്, റീറ്റെയിലേഴ്സിന് അവിടെ ട്രാപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ. ഇപ്പോൾ നമ്മളും ഇതുപോലെ ട്രാപ്പ് ട്രേഡിങ്ങിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റി നോക്കി ട്രേഡ് എടുക്കും ചില സമയത്ത്, എല്ലാ സമയത്തും അല്ല. ചില സമയത്ത് നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, പക്ഷെ നമുക്ക് കുറച്ചും കൂടി റിസ്ക് റിവാർഡ് കിട്ടും ട്രേഡിൽ. കാരണം ഡൗൺ ഏരിയ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഏരിയ നിന്നായിരിക്കും ട്രേഡ് കിട്ടുക. അപ്പോൾ നല്ല റിസ്ക് റിവാർഡ് കിട്ടും, പ്രോബബിലിറ്റിയും കിട്ടും. ആഹ് എന്നും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ ഒരു സിസ്റ്റമോ എല്ലാ ആളുകൾ മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ CPR ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ കയറുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എല്ലാവരും പ്രോഫിറ്റബിൾ ആവണം. അങ്ങനെ എല്ലാവരും മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇട്ട് വർക്ക് ആവില്ല. കാരണം ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റ് വർക്ക് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ആ ഒരു ലോജിക്ക്. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് ഇങ്ങനെ പല രീതിയിലുള്ള ട്രാപ്പുകൾ മാർക്കറ്റിൽ ഉണ്ടായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിൽ തിരിച്ചറിയാന്നുള്ളതാണ് ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ഒരു ട്രാപ്പ് ഏത് രീതിയിലാവാണ് വരുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ തന്നെ. എനിവേ, ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.